മൈൻഡ് മാനേജ്മെന്റ്, മനസ്സിന്റെ നിയന്ത്രണം. മനസ്സ് കടലോളം പരന്നു കിടക്കുന്ന, ആർക്കും ഒരു പിടിയും കൊടുക്കാത്ത വലിയ പ്രഹേളിക. നമ്മുടെ പാട്ടിലൊക്കെ വർണ്ണിക്കുന്നത് പോലെ വലിയൊരു മാന്ത്രിക കുതിര, 14 ലോകങ്ങളിലേക്കും നമ്മെ കൊണ്ടുപോകുന്ന അത്ഭുത പ്രതിഭാസം. മനസ്സിന്റെ താളമൊന്ന് പിഴച്ചാൽ, സ്മരണകളുടെ ഓളങ്ങൾ നിശ്ചലമായാൽ, നമുക്കൊക്കെ സങ്കല്പിക്കുന്നതിലും വലിയൊരു ലോകമാണത്. ആ മെരുങ്ങാത്ത കുതിരയെയാണ് നാം നിയന്ത്രിക്കേണ്ടത്. നമ്മുടെ ചിന്തകളും വീക്ഷണങ്ങളും കാഴ്ചപ്പാടുകളും ഓർമ്മകളും വികാരങ്ങളും ഭാവനകളും ഒക്കെ മനസ്സിന്റെ സൃഷ്ടികളാണ്. ബ്രെയിനിലെ ദശലക്ഷക്കണക്കിനുള്ള നാഡീയ ബന്ധങ്ങൾ, അവയിലൂടെ സംപ്രേഷണം ചെയ്യപ്പെടുന്ന എണ്ണിയാൽ തീരാത്ത ചിന്തകളുടെ, വികാരങ്ങളുടെ, സന്ദേശങ്ങളുടെ, ഓർമ്മകളുടെ ആകെ കേന്ദ്രമാണ് മനസ്സ്. മസ്തിഷ്കത്തിന്റെ ഒരു പ്രത്യേക ഭാഗമാണല്ലോ മനസ്സിന്റെ ദൗത്യങ്ങൾ ഏകോപിപ്പിക്കുന്നത്. മനസ്സെന്ന ഈ ബ്രഹ്മാണ്ഡ ശക്തിയെയാണ് നാം നിയന്ത്രിക്കേണ്ടത്. ആ മനസ്സിനെയാണ് നാം വരുതിയിലാക്കേണ്ടത്. അതൊരു കുതിരയെ പോലെ, മാന്ത്രിക കുതിരയെ പോലെ ഓടിക്കൊണ്ടിരിക്കും. അതിനെ കെട്ടേണ്ടടുത്ത് കെട്ടണം, അഴിച്ചു വിടേണ്ടടുത്ത് അഴിച്ചു വിടണം. ചിലപ്പോൾ അത് സൂപ്പർസോണിക് വിമാനത്തിന്റെ വേഗതയിലാകും സഞ്ചരിക്കുന്നത്. മറ്റു ചിലപ്പോൾ അതിനെ ഒച്ചിന്റെ വേഗതയിൽ ചലിപ്പിക്കുകയും വേണം. പ്രതിഭാധനനായ ഒരു ഡ്രൈവർക്ക് ഈ പണിയൊക്കെ വരുമോ? നാം കഴിവുള്ള ഡ്രൈവേഴ്സ് അല്ലെങ്കിൽ, ഇഫ് യു ആർ നോട്ട് കൺട്രോളിംഗ് ദ മൈൻഡ് വിൽ കൺട്രോൾ യു. കുതിരപ്പുറത്തിരുന്ന് യാത്ര ചെയ്യുന്ന കാര്യമൊക്കെ നമുക്കറിയാം. പക്ഷെ കുതിര നമ്മുടെ പുറത്തിരുന്ന് യാത്ര ചെയ്യുന്ന കാര്യമോ? മനനിയന്ത്രണം ഇല്ലാത്തവരുടെ പുറത്തിരുന്നാണ് മനസ്സാകുന്ന കുതിര യാത്ര ചെയ്യുന്നത്. മനസ്സ് നമ്മെ നിയന്ത്രിക്കുന്ന അവസ്ഥ. കാലബോധമില്ലാത്ത കുതിര അതിന് ഇഷ്ടമുള്ള മേഖലകളിലേക്ക് നമ്മെ കൊണ്ടുപോകും. കുഴിയിൽ ചാടിക്കും, അപകടങ്ങൾ വരുത്തിവെക്കും, വികാരങ്ങളുടെ, അധികാരത്തിന്റെ, ശത്രുതയുടെ, വിദ്വേഷത്തിന്റെ ഊശ്വര ഭൂമിയിൽ കൊണ്ടുപോകും. വ്യാമോഹങ്ങൾ സൃഷ്ടിക്കും, ഇല്ലാത്തതൊക്കെ ഉണ്ടെന്ന് തോന്നിപ്പിക്കും, വിശ്വസിപ്പിക്കും, ഭ്രമാത്മകത സൃഷ്ടിക്കും, വിഭ്രാന്തിയുടെ തീരങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. ഇല്ലാത്ത ലോകങ്ങൾ, ശബ്ദങ്ങൾ, രൂപങ്ങൾ ഉണ്ടാക്കും, അദൃശ്യ രൂപികളെ കാട്ടിത്തരും. ഇതൊക്കെ ചെയ്യാൻ കഴിവുള്ള ഈ മാന്ത്രിക കുതിരയെയാണ് നാം മെരുക്കിയെടുത്ത് നമ്മുടെ ജീവിതത്തിന്റെ വിശ്വസ്തനായ ദാസനാക്കേണ്ടത്. നിയന്ത്രണ വിധേയമായ ഒരു മനസ്സ് അത്ഭുതങ്ങൾ തന്നെ സൃഷ്ടിക്കും.